ഇത് 2016 മോഡലിലെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കണ്ണൂർ വണ്ടിയാണ്. പോളിഷ് ഫുള്ള് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മളൊരു 75 രൂപ കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയംഗ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസിലെ ഓട്ടോറിക്ഷകൾ നോക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റോക്കൊക്കെ ഉള്ള നമ്മൾ വലിയായിട്ടുള്ള ഷോറൂമാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫാസ്റ്റ് ഓട്ടോസും പറഞ്ഞാൽ തൊടുപുഴ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഓട്ടോസിൻ്റെ കളക്ഷൻസ് ഉള്ള വീഡിയോസ് തന്നെയായിരുന്നു. അത് അത്യാവശ്യം റീച്ചുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഷിയാസിക്കാണ്, ഷിയാസിക്ക ചാനൽ. അപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള ഷോറൂം നമ്മൾ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയായിരുന്നു നമ്മുടെ ഉദ്ഘാടനം. അപ്പോൾ വലിയ സൗകര്യം കുറവാണ്. അപ്പോൾ ചെറിയൊരു സെറ്റപ്പിൽ നമ്മളങ്ങനെ ഒരു സൗകര്യം കിട്ടുമ്പോൾ അങ്ങനെ എടുത്തോന്നുള്ളൂ. എന്നാലും അത്യാവശ്യം സ്റ്റോക്കും അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മൂവാറ്റുപുഴ പെരുമ്പാവൂരുള്ള സബ്സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മുടെ സഭയിൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരും. നമ്മുടെ KCB ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ? അപ്പോൾ അത്യാവശ്യം നമ്മൾ എങ്ങനെ സ്റ്റോക്ക് എങ്ങനെയാണ്? എല്ലാം ഉണ്ട്. ഗുഡ്സ് വണ്ടിയാണ് കൂടുതലും. ഗുഡ്സും പാസറും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. നമുക്ക് ഓരോന്നിന്റെ ഡീറ്റെയിൽ അങ്ങ് പറഞ്ഞു. ഇത് 2010 മോഡൽ വരുന്ന വണ്ടിയാണ്. 2010 ഒരു ആവറേജ് കണ്ടീഷനാണ് ഈ വണ്ടിക്കുള്ളൂ. 2010 മോഡൽ തൊടുപുഴ രജിസ്ട്രേഷനാണ് വരുന്നത്. ഇതിപ്പോൾ ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾസും കാര്യങ്ങളെല്ലാം ഒരു ആവറേജ് അപ്പോൾസിനും കാര്യങ്ങളുണ്ട്. ഒരു 2010 മോഡൽ അപേക്ഷ ആവറേജ് കൊള്ളി കുഴപ്പമില്ലാത്ത വണ്ടി. തകടൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തകടൊക്കെ കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. തകട കണ്ടീഷനാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി. അത് ഇപ്പോൾ 3ലാണ് കിടക്കുന്നത്. ഇപ്പോൾ 3ലാണ് നിൽക്കുന്നത്. ഓക്കെ. ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മളൊരു 75 രൂപ കൊടുക്കും. ഒരു ആവറേജ് കണ്ടീഷനിൽ 75 രൂപ. എത്ര? 75,000 രൂപ. 75,000. ഫിനാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന വണ്ടി. ടയറും കാര്യങ്ങളെല്ലാം ആവറേജ് മോഡൽ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. 38A ആണ് വരുന്നത്. അതെ. ഓക്കെ. നമുക്ക് പ്രൈസ് കുറച്ച് എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ട് നമുക്ക് ചെയ്യാം. ഇത് 2016 മോഡൽ അതുൽ വണ്ടിയാണ്. 2016 മോഡൽ അതുൽ വണ്ടിയാണ്. നമ്മൾ കട്ടപ്പന മോഡൽ അങ്ങനെ പണിതിരിക്കുന്ന വണ്ടിയാണ്. ഷേപ്പ് അതുകൊണ്ട് കട്ടപ്പന മോഡൽ അങ്ങനെ പണിതിരിക്കുന്ന വണ്ടിയാണ്. നല്ല പക്കായിട്ട് അപ്പോൾസിങ്. അതെ, എല്ലാം നല്ല ഫുള്ള് പുതിയ പണി കഴിപ്പിച്ച വണ്ടിയാണ്. വളരെ നീറ്റായിട്ട് എടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണെന്നൊക്കെ പറഞ്ഞാൽ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. ഇത് അപ്പോൾസിലൊക്കെ നമ്മൾ എടുത്തതിന് എല്ലാം നമ്മൾ തന്നെ ചെയ്താൽ ടയറും കാര്യങ്ങളെല്ലാം ആവറേജ് എല്ലാം ഉണ്ട്. എല്ലാ കണ്ടീഷനും ഉണ്ട്. ഏതെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നീറ്റായിട്ട് എടുക്കണം. അതെ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന വില 1,70,000 നമ്മൾ ചോദിക്കുന്ന വില. 1,70,000 ചോദിക്കുന്നത്. പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ്, ടാക്സ് എല്ലാം പുതിയ എടുത്തു കൊടുക്കും. ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ ഫിനാൻസ് കിട്ടുമല്ലോ. കിട്ടും. അപ്പോൾ ചെറിയൊരു പൈസ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. തട്ടുമുട്ടോ അങ്ങനെ നീറ്റായിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഇത് 2017 മോഡൽ ആൽഫ ഗുഡ്സ് ആണ്. 2017 മോഡൽ. ഓൾമോസ്റ്റ് പേപ്പറെല്ലാം ഓൾറെഡി ക്ലിയർ ആണ്. ഇപ്പോൾ നിലവിൽ ക്ഷേമത വണ്ടിയുടെ പെൻഡിങ് ആണ്. നമുക്ക് പുതിയ ക്ഷേമതയെല്ലാം അടച്ചു കൊടുക്കാം. 2017 നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. 2017 മോഡൽ ആൽഫ ഗുഡ്സ്. അത് കമ്പനി തേട് തന്നെയാണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യം പച്ചറുക്ക് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അത്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. അതെ, പക്ക നീറ്റ് വണ്ടിയാണ്. ബാറ്ററി കാര്യങ്ങളെല്ലാം പുതിയ ബാറ്ററിയാണ്. തകടൊക്കെ നല്ല തകടാണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, പച്ചറുക്കൊന്നുമില്ല. ഓട്ടോറിക്ഷ കിലോമീറ്റർ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം കിലോമീറ്റർ കുറച്ച് അത് റീഡിങ് മറിഞ്ഞു വരുവാണല്ലോ. ഇത് നമ്മൾ വരുന്ന വില 1,55,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില. 2017 മോഡൽ 1,55,000 രൂപ. ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിനൊരു 1,20,000 ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ലോൺ ചെയ്യാം. ബാക്കി അടുത്ത മതി. ഇതിന് ഒരു 2.5 വർഷം 3 വർഷം വരെ കിട്ടുന്നത്. ഇത് 2014 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പം നിലവിൽ വണ്ടി വന്നിട്ടുള്ളൂ. വണ്ടി വർക്കൊന്നും എടുത്തിട്ടില്ല. നിലവിൽ ഇപ്പോൾ വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കുറവുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ കാണുന്ന കണ്ടീഷനിലാണെങ്കിൽ നമുക്കൊരു 1,00,000 രൂപയ്ക്ക് കൊടുക്കാവുന്ന വണ്ടിയാണ്. ഇപ്പോൾ നിലവിൽ 2014 മോഡൽ വണ്ടിയാണ്. 1,00,000 രൂപയ്ക്ക് 2014 മോഡൽ. പേപ്പറെല്ലാം ക്ലിയർ ആണ്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എല്ലാ പേപ്പറും ഈ വർഷം 8ാം മാസം വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. സൈഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ, പച്ചവർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇതിനൊക്കെ അത്യാവശ്യം നല്ലൊരു 10-30 മൈലേജ് ഉണ്ടാവും. പിന്നെ മൈലേജ് 30 മൈലേജ് കിട്ടും. അപ്പൊക്കെ എല്ലാത്തിനും 30 മൈലേജ് കിട്ടുന്നു. നമുക്ക് ഫിനാൻസ് കയറുമായിരിക്കും. ഫിനാൻസിന് നമുക്ക് ലോക്കൽ എവിടെ 40-50 ഫിനാൻസ് ഇട്ട് കൊടുക്കാം. അത്ര വരും. ഈ പൈസ നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നെഗോഷ്യബിൾ ഇല്ല. ഇത് കറക്റ്റ് റേറ്റ് ആണ്. ഇത് വരുന്നത് 2019 മോഡൽ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്.
നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 2019 സിംഗിൾ ഓണർ വണ്ടിയാണ്. പുതിയ ടെസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ 2028 വരെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് കേട്ടോ. വണ്ടി നീറ്റ് കണ്ടീഷനാണ് വണ്ടി. കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ? എല്ലാം പക്ക ഒരു കംപ്ലൈൻറ്റും ഇല്ല. ബാറ്ററി വരുന്ന പുതിയ ബാറ്ററിയാണ്? നല്ല പുതിയ ബാറ്ററി വരുന്നത്. എത്രയാണ് ഒക്കെ ചോദിക്കുന്നതിന്? ഇത് വരുമ്പോൾ 2,15,000 നമ്മൾ ചോദിക്കുന്ന പോലെ. 15,000 പറഞ്ഞത്? 2,15,000. 2,15,000 അല്ലേ? 2019 മോഡൽ വണ്ടി. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. ടയറൊക്കെ പക്കയായിട്ട് കിടക്കുന്ന വണ്ടിയാണല്ലേ? ടയറും എല്ലാം നല്ല പക്ക വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ലോൺ അവൈലബിൾ അല്ലേ? നമ്മൾ ലോൺ അവൈലബിൾ ആണ്. എത്ര രൂപ കിട്ടുമായിരിക്കും? നമുക്ക് ഒരു 1.5 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 1.5 രൂപ കിട്ടുമായിരിക്കും. ഏകദേശം 3 വർഷത്തേക്ക് തന്നെ കിട്ടുമായിരിക്കും. കിട്ടും. പിന്നെന്താ? ഓക്കെ, പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണോ? ചെയ്യാം, കുഴപ്പമില്ല അല്ലേ? ഇത് 2012 മോഡൽ സിംഗിൾ ഓണർ വരുന്ന ആൽഫ ഗുഡ്സ് ആണ്. 2012 മോഡൽ വണ്ടി. 2012 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നീറ്റായിട്ട് വണ്ടി. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് പെയിന്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കണെയാണല്ലേ? അങ്ങനെ അതെ. ഈ തകിടൊക്കെ നമ്മൾ പുതിയ മാറിയിരിക്കുന്ന തകിടാണ്. പ്ലാറ്റ്ഫോം ഒക്കെ പുതിയതാണ്. ഓക്കെ, ഇതിന് എത്രയാണ് ഒക്കെ ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കുന്ന വില 90,000 രൂപ. 90,000 രൂപ അല്ലേ? ഇതിന് ഫിനാൻസ് നമുക്ക് ലോക്കലിൽ എവിടെ ഇതിലൊക്കെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ തന്നെ കിടക്കണം അല്ലേ? ഓക്കെ, പ്രൈസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് 2013 മോഡൽ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 2013 മോഡൽ വണ്ടി. പിയാജോ ആപ്പ് അല്ലേ? പിയാജോ ആപ്പ് 2013 മോഡൽ വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് നിലവിൽ 2013 മോഡൽ. ഇപ്പോൾ നിലവിൽ ഈ വണ്ടിക്ക് 5 മാസത്തേക്ക് എല്ലാ പേപ്പർ ക്ലിയർ ആണ്. ജെല്ലും കാര്യങ്ങളൊക്കെ പച്ചവർക്ക് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റായിട്ടിരിക്കുന്ന വണ്ടിയാണ്. എന്നാൽ വലിയ അടിപൊളി പണിയൊന്നുമില്ല. പക്ഷേ ആവറേജ് ഒരു പണികളുണ്ട് വണ്ടിക്ക്. തകിടൊക്കെ ഇതൊക്കെ ഇതൊക്കെ നല്ല കണ്ടീഷനായിട്ട് ഇരിക്കുന്ന കുഴപ്പമില്ല. അത്യാവശ്യം നീറ്റായിട്ടിരിക്കുന്ന വണ്ടി തന്നെയാണ്. ഒരുപാട് അടിപൊളിയായിട്ടുള്ള പണിയില്ല എന്നുള്ളൂ. എത്രയാണ് വില ചോദിക്കുന്നത്? 1,55,000 രൂപ. 1,50,000 ചോദിക്കണം അല്ലേ? ലോണിന് കയറുമായിരിക്കുമോ? ലോണിന് നമുക്ക് കയറും. നമുക്ക് ഓണർഷിപ്പ് ഇറക്കുന്ന എത്രയാണെന്ന് പറഞ്ഞാൽ? സെക്കൻഡ് ഓണർഷിപ്പ്. ഇപ്പൊ തേർഡിലേക്ക് വരും. അപ്പോൾ എത്രയാണ് ഒക്കെ ചോദിക്കുന്നതിന്? 1,55,000. 1,50,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ചെറിയൊരു പൈസ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ? ഇത് 2019 മോഡൽ അർജുല സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2019 മോഡൽ. 2019 മോഡൽ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമുക്ക് എത്രയാണ് ആസ്ക് പ്രൈസ് വരുന്നത്? അതുപോലെ 2,10,000 രൂപ. മെയിൻ ഗ്ലാസ് മാർബോ അങ്ങനെ ഒന്നുമില്ല. പക്ക വണ്ടി തന്നെയാണ്. 2019 ക്ലാസ് തന്നെ നടക്കുന്നത്. ഓക്കെ, പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് നമുക്ക് എത്ര കിട്ടുമായിരിക്കും? ഫിനാൻസ് നമുക്ക് 1.5 വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ അതിൽ പിയാജോ ആപ്പ് അങ്ങനെ ഫിനാൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒന്നുമില്ല. രണ്ട് സെയിം തന്നെയാണ്. ഇത് 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കണ്ണൂർ വണ്ടിയാണ്. അവിടുത്തെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്ന വണ്ടിയാണ്. 2013 നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 2016 മോഡൽ വണ്ടി. പിയാജോ ആപ്പ് തന്നെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് പേപ്പറെല്ലാം ക്ലിയർ ആണ്. വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കിട്ടുന്ന വണ്ടിയാണ്. കണ്ടില്ലേ? അവിടുത്തെ മോഡലെല്ലാം അപ്പോൾഷൻ ഫുള്ള് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? 1,75,000 നമ്മൾ ചോദിക്കുന്ന വില. 1,75,000. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തകിടും കാര്യങ്ങളൊക്കെ തകിടൊക്കെ പക്കയാണ്. ഒക്കെ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഇത് ഫിനാൻസ് എത്ര കിട്ടുമായിരിക്കും? നമുക്കൊരു 1.30 വരെയൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. 1.30 വരെ ഫിനാൻസ് കിട്ടും അല്ലേ? ഫിനാൻസിലൊക്കെ എത്ര താമസം വരുമായിരിക്കും? 4-5 ദിവസം താമസം വരും അല്ലേ? ഓക്കെ, ഇതിന്റെ ബാക്കി പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഓക്കെ എല്ലാം ക്ലിയർ ആയിട്ടാണ്. നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് 2018 മോഡൽ അതുലിന്റെ വണ്ടിയാണ്. 2018 മോഡൽ വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ തൊടുപുഴയിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ പ്രൈസ് വരുന്നതിന് 1,65,000 രൂപ കൊടുക്കാവുന്ന വണ്ടിയാണ്. 1,65,000 രൂപ. 2018 വണ്ടി. ഓക്കെ, ഫിനാൻസ് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 1.30 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. വണ്ടി നല്ല വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ പുതിയ വണ്ടിയൊന്നും അല്ലെന്നുള്ളൂ. പക്ഷേ വണ്ടി നല്ല വണ്ടിയാണ്. ഇന്ത്യയിലായാലും കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടി കണ്ടീഷനാണ്. വണ്ടി വേറെ പാസ്വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ഒക്കെ പുതിയതാണോ? ബാറ്ററി നല്ല ബാറ്ററി ആയിരിക്കുന്നത്. പ്രൈസൊക്കെ 1,65,000 രൂപ നമുക്ക് കൊടുക്കാം. 1.65 അല്ലേ?
പ്രൈസ് എങ്ങനെയൊക്കെ നെഗോഷ്യബിൾ ആണോ പ്രൈസ്? ഇത് നെഗോഷ്യബിൾ ആണ്. 1,60,000 നമ്മൾ ചോദിക്കുന്നുള്ളൂ. എന്തെങ്കിലും ചെറിയ വ്യത്യാസപ്പെടുത്തി നമുക്ക് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് 2018 മുതൽ ആൽഫ പ്ലസ് ആണ്. 2018 മുതൽ പേപ്പറെല്ലാം ക്ലിയർ ആണ്. ആൽഫ പ്ലസ് അല്ലേ? ആൽഫ പ്ലസ്. ബോഡി ഇപ്പോൾ ചാനൽ ബോഡി കെട്ടിക്കണ വണ്ടിയാണ്. നല്ല വണ്ടി. ബോഡി കണ്ടീഷനൊക്കെ ചെയ്തേക്കണ വണ്ടിയാണ്. ഈയിടെ ചെയ്താണോ അതെ? ഈയിടെ ചെയ്ത വണ്ടി. പേപ്പറെല്ലാം ക്ലിയർ ആണ്. എത്രയൊക്കെ ചോദിക്കുന്ന വില? ഇത് നമ്മൾ ചോദിക്കുന്ന വില 1,80,000 ചോദിക്കുന്ന വില. 1,80,000. 1,80,000 അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. അത് പുത്തൻ ടയർ തന്നെയാണ്. വണ്ടി ഇത് വാഷ് ചെയ്യാണ്ട്, വേറെ ഒന്നുമില്ല. സ്കൂഡിയൊക്കെ കിടക്കണമെന്നുണ്ടല്ലോ അല്ലേ? അതെ. ഓക്കെ. പ്രൈസ് എങ്ങനെയൊക്കെ നെഗോഷ്യബിൾ നെഗോഷ്യബിൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 1,80,000 ചോദിച്ചെങ്കിൽ എന്തെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എത്രയൊക്കെ ആസ്ക് പ്രൈസ് തന്നെ? നമ്മൾ 1,80,000 ചോദിക്കുന്ന വില. 1,80,000 നമുക്ക് അങ്ങനെ ലോൺ കയറുമായിരിക്കും? ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം നമുക്ക് എത്ര കിട്ടുമായിരിക്കും അറിയാം? 1,30,35 ലോൺ ചെയ്യാം. ബാക്കി പൈസ ഡൗൺപേയ്മെന്റ് അടിച്ചാൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് തകിടും കാര്യങ്ങളൊക്കെ ഇട്ട് പടുത്താക്കാൻ വേണ്ടിയാണ്. നല്ല വണ്ടി. ഓക്കെ. അപ്പോൾ പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് 2018 മുതൽ ആപ്പെ എക്സ്ട്രാ LD ആണ്. നമുക്ക് ബോഡിക്ക് കുറച്ചുകൂടി നീളമുള്ള ആപ്പെ എക്സ്ട്രാ LD 2018 മോഡൽ. 2018 വണ്ടി നീറ്റ് വണ്ടിയാണ്. തകിടും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. വണ്ടിയാണല്ലേ? തകിട് ഷീറ്റൊക്കെ അടിച്ചിരിക്കുന്ന വണ്ടിയാണ്. കട്ടിയുള്ള ഷീറ്റാണോ? അതെ, കട്ടിയുള്ള ഷീറ്റ് അടിച്ചിരിക്കുന്നത്. ഇത് പേപ്പറെല്ലാം നമുക്ക് പുതിയ എടുത്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത മാസം ടെസ്റ്റ് തീരുകയാണ്. പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് എല്ലാം പുതിയ എടുത്ത് കൊടുക്കാം. എത്രയാണ് ആസ്ക് പ്രൈസ് വരുന്നത്? 1,80,500. 1,85,000. 1,85,000 ചോദിക്കുന്നത് അല്ലേ? ഓക്കെ. ഫിനാൻസ് അത്യാവശ്യം ഫിനാൻസ് കിട്ടും. ഓക്കെ. നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ? തട്ടുകൊണ്ട് അങ്ങനെ തട്ടുമുട്ട് ഇടിയും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ ഇങ്ങനെ വണ്ടിയാണ്. പിന്നെ ഓട്ടോറിക്ഷ കാര്യങ്ങൾ ചെറിയ പൂർണ്ണ ഓണർഷിപ്പ് പറയും, സെക്കൻഡ് ഓണർഷിപ്പ് പറഞ്ഞു കേട്ടോ. സോറി, പറഞ്ഞ മാറിപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് 2024 മോഡൽ ആപ്പെ ക്ലാസിക് ആണ്. 2024 മോഡൽ ആപ്പെ ക്ലാസിക്. 15,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. വണ്ടി ഇത് വാഷ് ചെയ്യാനുണ്ട്. വണ്ടി ഇന്നലെ വന്നോളൂ, വാഷ് ചെയ്യാനുണ്ട്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴ്സും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തെടുക്കുന്ന വണ്ടിയാണ്. അപ്പോഴ്സൊക്കെ പക്കയായിട്ട് ഇരിക്കുന്ന വണ്ടിയാണ്. വണ്ടി 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ടയറും കാര്യങ്ങളും സ്റ്റെപ്പിനെല്ലാം പുത്തൻ ടയറൊക്കെ ഇരിപ്പുണ്ട്. ബാറ്ററിയൊക്കെ ബാറ്ററി കമ്പനി ബാറ്ററി തന്നെയാണ്. ഓക്കെ. ഇത് എത്രയാണ് ഒക്കെ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,80,000 രൂപയാണ് ചോദിക്കുന്നത്. 2,80,000 അല്ലേ? അന്നേരം എത്ര കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ? സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് അല്ലേ? മോഡൽ എത്ര മോഡലും വരുന്നുള്ളൂ. ഫിനാൻസ് ആ ഒരു നല്ല രീതിയിലുള്ള ഫിനാൻസ് അല്ലേ? ചെറിയൊരു പൈസ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. ഓക്കെ. നമുക്ക് പ്രൈസ് എങ്ങനെ നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും ചെറുതായിട്ട് 2013 മോഡൽ വണ്ടിയാണ്. 2013 ആപ്പേ അല്ലേ? 39 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഓക്കെ. എങ്ങനെയാണ് ഈ ഡീറ്റെയിൽ ബാക്കി? ഇത് പേപ്പറിൽ നമ്മൾ പുതിയ എടുത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ 1,65,000 ചോദിക്കുന്ന പോലെ. 65,000 ചോദിക്കുന്നത്. നമ്മൾ തകിടൊക്കെ കിട്ടുമായിരിക്കില്ലേ? ഫിനാൻസ് കിട്ടും. നമ്മൾ തകിടൊക്കെ സൈഡൊക്കെ പുതിയ മോഡലാക്കിയിട്ടുണ്ട്. ഇത് ബോഡി മാറ്റി വെക്കണമെന്നല്ലോ? ബോഡി സൈഡ് വെട്ടി പുതിയ മോഡലാക്കിയിട്ടുണ്ട് നമ്മൾ. സൈഡ് ബോഡി ഇപ്പുറത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾസിലേക്ക് നമ്മൾ എടുത്തിട്ട് ചെയ്തേക്കണേ? അതെ. അല്ലല്ല, അപ്പോൾസിന് ഉണ്ടായിരുന്ന. ബാറ്ററി പുതിയതാണോ ഇരിക്കണേ? നല്ല ബാറ്ററി ആയിരിക്കുന്നത്. തകിടും കാര്യങ്ങളും വലിയ കുഴപ്പമില്ലാത്ത തകിടൊക്കെ നല്ല തകിട. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് 2025 മോഡൽ ആൽഫ ഗുഡ്സ് ക്ലാസിക് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. 2025 മോഡൽ. 2025 മോഡൽ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 15,000 കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഇങ്ങോട്ട് പറയാം. ബാക്കി ഡീറ്റെയിൽ എങ്ങനെയൊക്കെ? ബാക്കി തകിടും കാര്യങ്ങൾ അടിച്ചേക്കുന്ന വണ്ടിയാണ്. പേപ്പറെല്ലാം ക്ലിയർ ആണ്. 2025 മോഡൽ വണ്ടി. 15,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല കട്ടിയുള്ള തകിടാണല്ലേ? എല്ലാ കട്ടികളും അടിച്ചിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞേക്കാം? ഇത് 2,60,000 നമ്മൾ ചോദിക്കുന്ന വില. നമ്മൾ ചോദിക്കുന്നതല്ല അല്ലേ? നമുക്ക് ഫിനാൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം. വേലിയും കമ്പി വേലിയൊക്കെ നല്ല പക്കയായിട്ട് അടിച്ചിട്ടാണ്. ഓക്കെ. നമുക്ക് ഫിനാൻസ് നമുക്ക് എത്ര വരെ കിട്ടുമായിരിക്കും? ഫിനാൻസ് നമുക്ക് 2 രൂപ ലോൺ ചെയ്യാൻ പറ്റും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാസിക്കാണ് വരുന്നത് അല്ലേ? കിലോമീറ്റർ നമ്മൾ 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഓണർഷിപ്പ് വരുന്നുണ്ട്. മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വന്നിട്ടില്ല. ഓക്കെ. ബാറ്ററിയൊക്കെ പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത്. കമ്പനി വരുന്ന ബാറ്ററി തന്നെ ഇരിക്കുന്നത്. ഓക്കെ. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണല്ലോ? എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇത് 2018 മോഡൽ ബജാജിന്റെ മാക്സിമം ഐസഡ് എന്ന് പറഞ്ഞ മോഡലാണ്. 2018 മോഡൽ. ഓക്കെ. ഇത് മനസ്സിൽ ക്ലച്ച് അല്ല, കയ്യിലെ ക്ലച്ച്. 2018 മോഡൽ മാക്സിമം. എത്രയാണ് ഒക്കെ ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്ന വില 1,30,000 നമ്മൾ ചോദിക്കുന്ന വില. 1,30,000. 1,30,000 നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫിനാൻസ് കിട്ടുമായിരിക്കും അതിന്? ഫിനാൻസ് കിട്ടും. കുഴപ്പമില്ല. ബജാജിന്റെ വണ്ടി അത്യാവശ്യം മൈലേജ് ഉള്ളതാണ്. വണ്ടിയാണല്ലോ? അതെ. കംപ്ലൈന്റ് ഒന്നുമില്ല. മേജറായിട്ട് ആക്സിഡന്റ് ഒന്നുമില്ല. ഗ്ലാസ് ഒക്കെ കമ്പനി ഗ്ലാസ് ഒറിജിനൽ കിടക്കുന്നത്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല ചെയ്തിരിക്കുന്നതാണ്. ഈ സൈഡിൽ നിന്ന് അപ്പോൾസ് കാര്യങ്ങളൊക്കെ പുതിയ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ബാറ്ററിയൊക്കെ പുതിയ ബാറ്ററി ആയിരിക്കണം. പുതിയ ബാറ്ററി. ഓക്കെ.
ഓക്കെ. പ്രൈസ് നമുക്ക് നെഗോഷ്യബിളൊക്കെ എന്നെ ചെയ്ത് പൈസ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം പറ്റും. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓണർഷിപ്പ് എത്രയാണ് പറഞ്ഞേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ്. ഇത് ആപ്പേ കവർ ബോഡിയാണ് പറയുന്നത്. കവർ ബോഡി 2015 മോഡൽ വണ്ടിയാണ്. സെയിൽസിനൊക്കെ എടുക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ? സെയിൽസ് അതായത് റോഡ് സൈഡിനൊക്കെ പക്കറ്റ് വണ്ടിയാണ്. 2015 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. എങ്ങനെയാണൊക്കെ വില ചോദിക്കുന്നത്? ഇത് വില വയ്ക്കുന്ന 1,25,000 ചോദിക്കുന്ന വില. അത്യാവശ്യം നീറ്റായിട്ട് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ ഇതുകൊണ്ട് വേണ്ടി നമുക്ക് ഒരു 2014-15 തന്നെ ഒരു ആൽഫയുടെ വണ്ടിയുണ്ട്. നമ്മുടെ തൊഴിൽ ഷോപ്പിലുണ്ട്. നല്ല ആവശ്യക്കാരൻ്റെ വിളിച്ചാൽ മതി കേട്ടോ. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇപ്പോൾ ഇത് 1,25,000 പ്രൈസ് വരുന്നത്. ഫിനാൻസ് നമുക്ക് കിട്ടുമായിരിക്കും. ഫിനാൻസ് കിട്ടും. കുഴപ്പമില്ല. ആക്സിഡന്റ് അങ്ങനെ മേജർ ആയിട്ട് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കംപ്ലൈന്റ് ഒക്കെ നമ്മൾ തീർത്തല്ലോ. എല്ലാം കംപ്ലൈന്റ് തീർത്തത്. ഇത് പുതിയ ടെസ്റ്റ് കൊടുക്കുന്ന വണ്ടിയാണ്. പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് ആക്കി എല്ലാം പുത്തം വരും. പ്രൈസ് നെഗോഷ്യബിളാണോ? നെഗോഷ്യബിളാണ്. ടയറെല്ലാം തന്നെ പുത്തൻ ടയറാണ് നിൽക്കുന്നത്. ഓക്കെ. നമുക്ക് എന്താ ഡൗൺ പേയ്മെന്റ് കുറച്ച് പൈസ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇവിടെയുള്ള വാഹനത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എന്തായാലും ഇക്കടെ നമ്പർ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ വാഹനങ്ങൾ ഇഷ്ടപ്പെടുവോ എൻക്വയറി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇക്ക നമുക്ക് ലൊക്കേഷൻ വരുന്ന ഒന്നാണെന്ന് പറഞ്ഞേക്കാം. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ സബേൻ ഹോസ്പിറ്റലിൽ അടുത്തായിട്ട് വരും. നമ്മുടെ അതായത് ഒരു KCBയുടെ ഇലക്ട്രിക് ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്റ്റോക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. നമ്മൾ തൊടുപുഴ ഷോറൂമിലും നല്ല സ്റ്റോക്ക് കാര്യങ്ങളുണ്ട്. മൂവാറ്റുപുഴ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ കുറവാണ്, സ്റ്റോക്കിൽ നല്ല കുറവുണ്ട്. പക്ഷേ വണ്ടികളുണ്ട്, അത്യാവശ്യം വണ്ടികളുണ്ട്. ഓക്കെ. അല്ല നമ്മൾ തന്നെ അവിടെ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങളുടെ ആവശ്യം ഏതാണ്, ഏത് മോഡലാന്ന് പറഞ്ഞാൽ നമ്മളോട് കോൺടാക്ട് ചെയ്ത് നമുക്ക് വണ്ടി തരാൻ പറ്റും. പറ്റും അല്ലേ? നമുക്ക് തൊടുപുഴത്തെ ഷോറൂമിലെ ലൊക്കേഷൻ അവിടെ ജസ്റ്റ് തൊഴിൽ ഷോറൂമിൽ നമ്മുടെ മങ്ങാട്ടുകൽ ബൈപ്പാസിലാണ് ഇരിക്കുന്നത്. ഉത്തര ഓഡിറ്റോറിന്റെ അടുത്തായിട്ട് വരും മങ്ങാട്ടുകല. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഷോറൂമാണ്. അത്യാവശ്യം നല്ലപോലെ കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ വരുന്നുണ്ടല്ലേ? ഓക്കെ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാലോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കുറിച്ച് അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഇതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.